voice of God. God through evangelist Shaji Joseph. യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്റെ ചിന്ത ജയം മാത്രം. എന്റെ ലക്ഷ്യം ജയം മാത്രം. വെൽക്കം ടു ദ ടീച്ചിങ് മിനിസ്ട്രി ഓഫ് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ദേവജന സന്ദേശം കേൾക്കുവാനായി വിശുദ്ധ വേദപുസ്തകവും നോട്ട്ബുക്കും എടുത്തുകൊണ്ട് ഇപ്പോൾ വരിക. ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന അനുഗ്രഹീതമായ പുതിയൊരു പുസ്തകം, പുതിയൊരു സന്ദേശം. ഇതിന്റെ പ്രൂഫ് വായിച്ച ദൈവദാസന്മാർ ചിലർ അഭിപ്രായപ്പെട്ടത് ഇത് നന്മയിലേക്കുള്ള ഒരു ആത്മീയ വിപ്ലവമായി തീരും ഈ പുസ്തകത്തിലെ സന്ദേശം എന്നാണ്. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വഴിത്തിരിവായിരിക്കും. തീർച്ചയായും ഈ പുസ്തകത്തിലെ വചനങ്ങൾ നിങ്ങൾക്ക് ഒരു ആത്മീയ ഉണർവും ഒരു ആത്മീയ സന്തോഷവും ഒരു നവചൈതന്യവും ഉണ്ടാക്കും. ദൈവരാജ്യം അവകാശമാക്കുവാൻ ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ സഹായിക്കും. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ദി വോയിസ് ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, നമ്മളൊരു പുതിയ സന്ദേശം കേൾക്കുവാൻ പോവുകയാണ്. മടക്കയാത്ര. വളരെ പ്രാധാന്യമർഹിക്കുന്ന, മാനുഷിക ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ സന്ദേശം എൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനിടയായി. എൻ്റെ ചിന്തകളിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനിടയായി. ആത്മീയമായി അടുത്തൊരു തലത്തിലേക്ക് ഉയരുവാൻ ഈ സന്ദേശം എന്നെ സഹായിച്ചു. തീർച്ചയായും ഈ സന്ദേശം നിങ്ങളെയും സഹായിക്കും. നമുക്ക് ഒരുമിച്ച് ഈ സന്ദേശത്തിനായി ചെവി കൊടുക്കാം. ലോകത്തിന്റെ തത്വങ്ങളും നിന്റെ സിസ്റ്റങ്ങളും കളിക്കാനുള്ള സമയമല്ല ഇത്. ഒരല്പസമയമേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. ഇത് നിന്റെ പപ്പ തന്നതല്ല, ലോകത്തിലെ നിന്റെ മമ്മ തന്നതല്ല, നിന്റെ പാസ്റ്റർ തന്നതല്ല, ഇവിടുത്തെ ഗവൺമെന്റ് തന്നതല്ല. സർവശക്തനായ ദൈവം തന്ന സമയമായത്. ഈ സമയം തന്ന ദൈവം പറയാ, സമയം നീ തക്കത്തിൽ ഉപയോഗിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണോ? നിനക്കൊരൊറ്റ കാര്യം ഇവിടുന്ന് നേടിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് നിന്റെ ജീവൻ മാത്രമാ. വേറെ ഒന്നും നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വേറെ എന്ത് നീ നേടിയാലോ സെമിത്തേരി എന്ന ഗേറ്റിന്റെ അവിടെ വെച്ച് പറയാ, സ്റ്റോപ്പ്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, റിപ്പബ്ലിക് ദിനത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രപതി ഒരു അവാർഡ് തരാൻ തീരുമാനിച്ചു എന്നുള്ള വാർത്ത നിങ്ങൾക്ക് കിട്ടി എങ്കിൽ നിങ്ങൾക്ക് ഭയം ഉണ്ടാവുമോ? അത് സന്തോഷം ഉണ്ടാവുമോ? അപ്പൊ ഒരു നന്മ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും. പിന്നെ മാത്രമല്ല, നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ശങ്കരനെയും തോമാച്ചനെയും അന്നമ്മയെയും പാസ്റ്ററെയും ഒക്കെ വിളിച്ച് പറയും, ഇന്ന ദിവസം എനിക്ക് അവാർഡ് കിട്ടാൻ പോവുക. കാരണം ഒരു നന്മ വരാൻ പോവുക. അപ്പൊ നന്മ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തുണ്ടാകും? നമുക്ക് എന്തുണ്ടാകും? സന്തോഷം ഉണ്ടാകും. പക്ഷേ ഒരു അപകടം വരുന്നതിന് മുമ്പാണെങ്കിലോ ഭയം. ഒരു തെറ്റിന് നിങ്ങളെ പിടിക്കപ്പെട്ടു, നിങ്ങൾ ജയിലില്ല, ഒരു വിധി പ്രഖ്യാപിച്ചു, ഡിസംബർ 31 രാവിലെ 4 മണിക്ക് നിങ്ങളെ തൂക്കിക്കൊല്ലും. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. നിങ്ങൾ ജയിലില്ല, ഇപ്പോ നവംബർ ആയിട്ടുള്ളൂ, ഡിസംബർ വരണം. ഓരോ ദിവസം കഴിയുന്നവരും നിങ്ങൾ സന്തോഷിക്കുമോ? തുള്ളിച്ചാടും. പിന്നെ എന്ത് പറ്റും നിങ്ങൾക്ക്? ഭയം. ഓരോ നിമിഷം കഴിയുന്നവരും ഭയം കൂടും. കാരണം എന്താ? ഒരു നഷ്ടം വരാൻ പോവുക. അപ്പൊ നഷ്ടത്തിന് മുമ്പ് എന്തുണ്ട്? ഭയമുണ്ട്. ലാഭത്തിന് മുമ്പ് എന്തുണ്ട്? സന്തോഷമുണ്ട്. ഇന്നും മരണം കേൾക്കുമ്പോ ഏതുവാ അകത്ത്? ഭയമാണോ അതോ സന്തോഷമാണോ? യഥാർത്ഥ ദൈവമതിനെ സംബന്ധിച്ച് മരണം ലാഭക്കച്ചവട. കാരണം അവന്റെ ജീവൻ ക്രിസ്തുവായിരുന്നു. അവൻ ജീവിച്ചത് ക്രിസ്തുവിന് വേണ്ടിയായിരുന്നതുകൊണ്ട് അവന്റെ മരണം അവന്റെ ഒരു ലാഭമായിരുന്നു. എന്തുകൊണ്ടാണ് മരണം കേൾക്കുമ്പോ കിടുകിട വിറക്കണേന്ന് അറിയാമോ? നിന്റെ ജീവിതം ക്രിസ്തു അല്ലായിരുന്നു. നിനക്ക് ജീവിക്കുന്നത് നീ തന്നെയായിരുന്നു. അതുകൊണ്ട് മരിക്കുന്നത് ഈ ഇക്വേഷൻ ഓപ്പോസിറ്റാ. മരിക്കുന്നത് നഷ്ടമാണ്. ആ ഇക്വേഷൻ ഇങ്ങനെയാ: ജീവൻ ഈക്വൽ ക്രിസ്തു ആണെങ്കിൽ മരണം ഈക്വൽ ലാഭം. പകരം ജീവൻ ഈക്വൽ
ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, ഞാൻ ജീവിക്കുന്നത് എനിക്കാണ് എങ്കിൽ മരണം നഷ്ടം. ഹല്ലേലൂയ. ഇപ്പോഴിതൊക്കെ കേട്ട് മാറുവാൻ തയ്യാറായിക്കോ. സഭാപ്രസംഗി 7 പറയുക, he thinks a wise person, he thinks a lot about death. അവൻ മരണത്തെ കുറിച്ച് ധാരാളമായി ചിന്തിക്കുന്നു. But a fool thinks about having a good time now. ഒരു വിഡ്ഢിയായ മനുഷ്യൻ ഇന്നത്തെ നന്മകളെ കുറിച്ച് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ. രാജ്യത്തിന്റെ സുവിശേഷം എന്താ ചെയ്യണമെന്ന് അറിയാമോ കുഞ്ഞെ? നിന്നെ നാളത്തെ നന്മയിലേക്ക് കൊണ്ടുപോകുകയാ. ആമേൻ. ഹല്ലേലൂയ. നമ്മളുടെ ആ ബോഷത്വം നിറഞ്ഞ ഹൃദയം ഇന്നത്തെ നന്മയെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഏത് ഈ എരിഞ്ഞു തീരുന്ന മെഴുകുതിരിക്ക് എന്തൊക്കെയാ വേണ്ടേ? അതുപോലെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയാം, നീ എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. എന്താ രാജ്യം നീതി അന്വേഷിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തുവാ അത് പഠിക്കണമെങ്കിൽ എളുപ്പ പണിയുണ്ട്. എന്തോ നമ്മൾ സാധാരണ ചിന്തിക്കും, ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുക, ആ രാജ്യനീതി അന്വേഷിക്കുക. ദാറ്റ് ഈസ് എ ഗുഡ് വർക്ക്. കർത്താവ് പോകാൻ പറഞ്ഞ് നമ്മൾ ചെയ്യുക. എന്നാൽ എളുപ്പം മനസ്സിലാക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. എങ്ങനെ ആ സ്ത്രീക്ക് ദ്രഹ്മ നഷ്ടപ്പെട്ടു, ആട്ടിടന് ആട് നഷ്ടപ്പെട്ടു. ഇവരെങ്ങനെ അന്വേഷിച്ചേ? ആടിന്റെ അടുത്തേക്ക് പോയോ അതോ ആടിന് അകലേക്ക് പോയോ? അപ്പൊ അന്വേഷിക്കുന്നതിന്റെ അടുത്തേക്ക് പോകും അല്ലേ? ദ്രഹ്മയുടെ അടുത്തേക്ക് പോയോ അത് ദ്രഹ്മയുടെ അകലേക്ക് പോയോ? ദ്രഹ്മയുടെ അടുക്കിലേക്ക് പോയി. അപ്പൊ ഒരു കാര്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അടുക്കിലേക്ക് ചെല്ലുക. ദൈവരാജ്യം അന്വേഷിക്കുന്നതിന്റെ അർത്ഥം എന്താ? മടക്കയാത്ര ചെയ്യുക. മടക്കയാത്ര ചെയ്യുക. മനസ്സിലായോ കുഞ്ഞെ? കർത്താവ് പറഞ്ഞ ഇതാണ്, നീ ലോകം അന്വേഷിച്ച് ലോകത്തിലേക്ക് യാത്ര ചെയ്യാതെ നീ മടക്കയാത്ര ചെയ്യ. പിതാവ് ഉൽപ്പത്തിയിൽ നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് ഇന്നും നിന്നെയും കാത്ത് അവിടെ ഇരിക്കുക. അത് ഉപയോഗിക്കാൻ ആദം പോലും ഉണ്ടായില്ല. ഇന്നും അത് അവിടെ ഇരിക്കുക, നിന്നെയും കാത്ത്. നീ അവിടെ നിന്ന് പുറത്തു പോയി തിരിച്ചു വാ. നിനക്ക് വേണ്ടിയുള്ളത് ഇതാ എടുക്ക. മനസ്സിലായോ? ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം എന്താ ചെയ്തേ? ആദത്തെ സൃഷ്ടിച്ചതിന് ശേഷം ആദം 49 ഉപവാസത്തിന് ശേഷമാണോ ആദത്തിന് വേണ്ടി ഒരുക്കിയേ? പിന്നെ എന്താ ചെയ്തേ? ദൈവം എല്ലാം ആദത്തിന് വേണ്ടി ഒരുക്കി വെച്ചതിന് ശേഷം ആദത്തെ സൃഷ്ടിച്ചേ. 5 ദിവസം ദൈവത്തിന്റെ പരിപാടി അതായിരുന്നു. ആദത്തിന് വേണ്ടതൊക്കെ ഒരുക്കുക, ശരിയല്ലേ? അതിനുശേഷം ആദത്തെ സൃഷ്ടിച്ചേ. ആദം കണ്ണു തുറന്നപ്പോ എല്ലാം റെഡി. ഒറ്റ വാക്ക്, ഇഷ്ടം പോലെ നീ തിന്നോ, ഫ്രീലി യു ക്യാൻ ഈറ്റ്. പക്ഷെ തിന്നാൻ ആളില്ല അകത്ത്. വീട്ടിലെല്ലാം ഉണ്ട്, കൊച്ചകത്തില്ല. മനസ്സിലായോ? കൊച്ചകത്തില്ല. കൊച്ചെവിടെയാ? കൊച്ചിനെ കാണാതെ പോയി. കൊച്ചു മരിച്ചും പോയി, കൊച്ചിനെ കാണാതെയും പോയി. ഒരാളെ ഇവിടെ നിന്ന് അയച്ചിട്ട് കൊച്ചിന് എന്ത് കൊടുത്തെന്നറിയാമോ? ജീവൻ കൊടുത്തു. അപ്പോഴും കൊച്ചിനെ കാണാതെ പോയിരിക്കുക. കൊച്ചിനോട് പറയാ, നീ വീട്ടിലേക്ക് മടങ്ങി വാ, നിനക്ക് വേണ്ടി അപ്പൻ ഒരുക്കിയത് അപ്പൊ റിലീസ് ചെയ്യപ്പെടും. മനസ്സിലായോ? ഹല്ലേലൂയ. യേശുവിനെ അയച്ചത് മനുഷ്യവർഗത്തിന് ജീവൻ കൊടുക്കാനാണ്. ഇതാണ് പൗലോസ് അപ്പോസ്തലനിലൂടെ റോമാലേഖനം 10:9-10 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ജീവൻ കിട്ടുന്നു, നാം രക്ഷിക്കപ്പെടുന്നു, ശിക്ഷായാത്രയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു. അതോടുകൂടെ യേശു തന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ബാറ്റിന് അടുത്താക്കി കൈമാറി. ഞാൻ പോവാണോ? അടുത്ത ആളെ വിടും. ഞാൻ പോയാൽ അടുത്ത ആൾ ഒരു പുള്ളിയുടെ പണി അടുത്ത സ്റ്റെപ്പാ. അതെന്താ പുള്ളിയുടെ പണി? പുള്ളിയല്ലയോ ഇനി നിന്നെ കണ്ടെത്താൻ പോണേ. എന്റെ പണി ജീവൻ തരികയാണ്. അടുത്ത ആള് വന്നിട്ട് കണ്ടെത്താൻ പോവാ എന്നെ. അതാരാണ്? പരിശുദ്ധാത്മാവ്. ഞാൻ പോയിട്ട് അടുത്ത ആളെ വിടാൻ പോവാ. പിതാവ് അടുത്ത ആളെ വിടും. മോശയുടെ പണി എന്തോ? അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുക. ഗ്ലോറി. മോശയുടെ പണി കഴിഞ്ഞ് മോശ പോയി. ഇനി ജോഷിയുടെ പണി എന്തുവാ? അവിടുന്ന് വിടുവിക്കപ്പെട്ടവരോട് കാനാൻ ദേശം ഇതുവരെ കെട്ടിയിട്ടില്ല. കാനാൻ ദേശത്ത് കയറ്റുകയാണ് ജോഷിയുടെ പണി. മനസ്സിലായോ? നിഴൽ കിടക്കുക. യേശുവിന്റെ പണി എന്തുവാ? ഞാൻ എനിക്ക് ജീവൻ തരാനോ സമൃദ്ധമായി തരാനോ വന്നിരിക്കണേ. അത് ആ സംഭവം കഴിഞ്ഞ് യേശു പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ഞാൻ അടുത്ത ആളെ വിടാം. ഇനി പരിശുദ്ധാത്മാവോ? പരിശുദ്ധാത്മാവിന് ഞാൻ നിങ്ങളെ അയക്കും. അവൻ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇങ്ങോട്ട് വന്നേ. ഗ്ലോറി. ഓ ജീസസ്, താങ്ക് യു. ഇവിടെ ഒന്ന് ഇരുന്നേ.
ശരിക്കും ഇരുന്നോ, ഇവിടെ പൊടിയൊന്നുമില്ല, ഇരുന്നാട്ടെ. ഗ്ലോറി ടു ഗോഡ്. യേശുവിന്റെ പണി എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ജീവൻ കൊടുക്കുക. കാൽവരി ക്രൂശിൽ മരിച്ച് ജീവൻ കൊടുക്കുക, ശിക്ഷായാത്രയിൽ നിന്ന് രക്ഷിക്കുക, രക്ഷിച്ച് ജീവൻ കൊടുത്ത് യേശു തന്റെ വീട്ടിലേക്ക് പോവുക. ഞാൻ പോവുക. ഗ്ലോറി. അടുത്ത ആളെ വിടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. പ്രിയ സഹോദര, യെസ്, വന്നേ, കം ഫാസ്റ്റ്. അവതരിപ്പിച്ച് കാണിക്കുക നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ. ഹല്ലേലൂയ. രണ്ട് കൈയും വിരിച്ച് നിന്ന് യേശു കാൽവരി ക്രൂശിൽ തിരിഞ്ഞ് രണ്ട് കൈയും വിരിച്ച് തിരിച്ച് ഗ്ലോറി. കുരിശിൽ കിടക്കുകയാണ്. മരിച്ച ഈ വ്യക്തിയെ ജീവിപ്പിക്കാൻ യേശു മരിച്ചു. മനസ്സിലായോ? ശിക്ഷായാത്രയിലേക്ക് പോകുന്ന മരണദൂതൻ കൊണ്ടുപോകുന്ന ഈ വ്യക്തിയെ വിടുവിക്കുവാൻ യേശു മരിച്ചു. ഈ വ്യക്തി ശിക്ഷായാത്രയിൽ പോകുന്നത് ഇവന്റെ പാപം കൊണ്ടാ. പാപത്തിന് പരിഹാരം യേശു കാൽവരിയിൽ ചെയ്തു. മനസ്സിലായോ? യേശു കാൽവരി ക്രൂശിൽ മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് വഴിയില്ല. തന്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ ഇതാ ജീവനുള്ള പുതുവഴി സ്വർഗത്തിലേക്ക് തുറന്നു. ഹെബ്രായലേഖനം 10:19-20. ആമേൻ. സ്വർഗത്തിലേക്ക് വഴി തുറന്നു. ഇതാണ് യേശുവിന്റെ പണി. ഇതാ യേശുവിന് പിതാവ് കൊടുത്ത പണി. മനസ്സിലായോ? ഹല്ലേലൂയ. യേശു അത് ചെയ്തു. ഇനി യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന അവനും രക്ഷിക്കപ്പെടും. അവന്റെ ശിക്ഷായാത്രയിൽ രക്ഷിക്കപ്പെട്ട അവൻ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിക്കും. ഇതാണ് റോമാലേഖനം 10:9-10. മനസ്സിലാവുന്നുണ്ടോ? യേശുവിനെ കർത്താവായി സ്വീകരിക്കുക. ആമേൻ. ഹല്ലേലൂയ. ഇതിനെ പിടിച്ച് യേശുവെ രക്ഷിക്കണമെന്ന് പറ. കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുക. കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഈ വ്യക്തിക്ക് എന്നാ കിട്ടി? ജീവൻ കിട്ടി. കരഞ്ഞടിച്ചോ, സ്തോത്രം ചെയ്തു. പ്രൈസ് ഗോഡ്. ഈ വ്യക്തിക്ക് ജീവൻ കിട്ടി. ഈ ജീവൻ കിട്ടിയ വ്യക്തി നേരത്തെ അങ്ങോട്ട് പോവായിരുന്നു. അങ്ങോട്ട് തിരിഞ്ഞു. അങ്ങോട്ട്. ഈ വ്യക്തി ലോകത്തിലേക്ക് പോവായിരുന്നു. ഇപ്പോഴിവന് ജീവൻ കിട്ടി. ഇവൻ ജീവൻ കിട്ടിയിട്ട് അങ്ങോട്ട് വരെ പോവാ, ലോകത്തിലേക്ക് പോവാ. ശ്രദ്ധിക്കുക. ഇനി യേശു പറയാ, ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിട്, ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോയി അടുത്ത ആളെ പരിശുദ്ധാത്മാവിനെ അയക്കും. അപ്പൊ ജീവൻ കൊടുക്കുന്ന പാട്ട് കഴിഞ്ഞിട്ട് ആര് പോയി? യേശു പോയി. ഇതാണ് ബാറ്റൻ, കൈ പിടിച്ച ബാറ്റൻ. അമ്മേ, യേശു പോയിട്ട് ബ്രദർ ഇങ്ങോട്ട് വന്നാട്ടെ. ഗ്ലോറി. അവിടെ നിൽക്കുക. അതാണ് സ്വർഗം ഒന്ന് ചിന്തിച്ചാട്ടെ. സ്വർഗം അല്ലാതെ സ്വർഗം ഒന്ന് ചിന്തിച്ചാട്ടെ. നീങ്ങുന്നു. പിതാവിന്റെ അടുക്കൽ നിന്ന് വരുവാനുള്ള പരിശുദ്ധാത്മാവ്. യേശുവിന്റെ പണി ജീവൻ കൊടുക്കുക. ഗ്ലോറി. പരിശുദ്ധാത്മാവിന്റെ പണി ഈ വ്യക്തിയെ കണ്ടെത്തുക, സ്വർഗ കുടുംബത്തിലേക്ക് കണ്ടെത്തുക. മോശയുടെ പണി ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കുക. ജോഷയുടെ പണി കാനാൻ ദേശം അവകാശമാച്ചു കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? യേശു ജീവൻ കൊടുത്തതിന് ശേഷം യേശു പറഞ്ഞു, ഞാൻ പോയാൽ നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. എന്തിനാണ് അവൻ വരുന്നത്? അവൻ വരുന്നതേ വഴി നടത്താനാ. അപ്പൊ ഇനി വഴി നടക്കാൻ പോകണം ഞങ്ങൾ. അതെ, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന അനുഗ്രഹീതമായ പുതിയൊരു പുസ്തകം, പുതിയൊരു സന്ദേശം. ഇതിന്റെ പ്രൂഫ് വായിച്ച ദൈവദാസന്മാർ ചിലർ അഭിപ്രായപ്പെട്ടത് ഇത് നന്മയിലേക്കുള്ള ഒരു ആത്മീയ വിപ്ലവമായി തീരും ഈ പുസ്തകത്തിലെ സന്ദേശം എന്നാണ്. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വഴിത്തിരിവായിരിക്കും. തീർച്ചയായും ഈ പുസ്തകത്തിലെ വചനങ്ങൾ നിങ്ങൾക്ക് ഒരു ആത്മീയ ഉണർവും ഒരു ആത്മീയ സന്തോഷവും ഒരു നവചൈതന്യവും ഉണ്ടാക്കും. ദൈവരാജ്യം അവകാശമാക്കുവാൻ ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ സഹായിക്കും. ഒരു മനുഷ്യായുസ്സിൽ ഒരു വ്യക്തിക്ക് സമ്പാദിക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ കാര്യം ഭവനമല്ല, കാറല്ല, പണമല്ല, ദൈവരാജ്യം അവകാശമാക്കുക എന്നുള്ളതാണ്. ജോസഫ് എന്ന ദൈവദാസൻ എഴുതിയിരിക്കുന്ന ജയിക്കാനായി വീണ്ടും ജനിച്ച ഈ പുസ്തകം ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം, ഒരു നല്ല ചിന്തകൻ, നല്ല എഴുത്തുകാരൻ. ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ ദൈവരാജ്യം അവകാശമാക്കുവാൻ സഹായിക്കും. ഈ പുസ്തകം പ്രാർത്ഥനാലയത്തിന്റെ വെബ്സൈറ്റിലും പ്രധാന ബുക്ക് ഷോപ്പിലും ലഭ്യമാണ്. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഗ്ലോറി. അവൻ സ്വയമായി സംസാരിക്കത്തില്ല, അവൻ എന്നിൽ നിന്ന് സ്വീകരിച്ച് അവൻ സംസാരിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോൾ ഞാനാകുന്ന വഴിയിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തും. എങ്ങോട്ട്? പിതാവിന്റെ അടുക്കലേക്ക്. മനസ്സിലായോ? യേശു താൻ ബാറ്റൻ കൈമാറുകയാണ്. പറഞ്ഞു സ്വർഗത്തിലേക്ക്, ഇവിടെ നിൽക്കുക, സ്വർഗത്തിലേക്ക് പോവുക, പിതാവിന്റെ അടുക്കലേക്ക് പോവുക. യേശു പറയാ ഞാൻ പോവുകയാ, ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം. യേശു പിതാവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. ഇന്ന് പിതാവിന്റെ വലതുഭാഗത്ത് യേശു, അതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരരുത്, അങ്ങോട്ട് പൊക്കോണം. മനസ്സിലായോ? ഗ്ലോറി. നടന്നാട്ടെ. ആ ബാറ്റൺ പരിശുദ്ധാത്മാരെ കൊടുത്തേ. ഇനി പരിശുദ്ധാത്മാ ഭൂമിയിലേക്ക് വരികയാണ്. അമ്മേ, ഈ ഭൂമിയിലേക്ക് വരുമ്പോ പരിശുദ്ധാത്മാവ് എങ്ങനെ കാണുന്നേ പുള്ളിയെ? കാരണം ഈ പുള്ളി ജീവനുണ്ട്, പക്ഷെ നഷ്ടപ്പെട്ടതാണ്. മനസ്സിലായോ? രണ്ട് കാര്യം സംഭവിക്കേണ്ടത്. ഒന്ന്, അവന് ജീവൻ വേണം. പിന്നെ രണ്ടാമത് അവനെ കണ്ടെത്തണം. ഇവന്റെ ഹൃദയത്തിൽ ദൈവരാജ്യമോ ദൈവമോ ഇല്ല. ദൈവം എന്നൊക്കെ അറിയാം, അത് എല്ലാവർക്കും അറിയാം. ഇവൻ ഹിന്ദുവിനും അറിയാം, മുസ്ലിമിനും അറിയാം, എല്ലാവർക്കും അറിയാം. ദൈവം. മനസ്സിലായോ? ഹല്ലേലൂയ. ഇവൻ ആ ദൈവത്തെ ഉപയോഗിക്കുന്നത് ലോകം നേടാനാണ്. ഹല്ലേലൂയ. പ്രിയരെ, കാരണം അങ്ങനത്തെ ഒരു രീതിയിൽ ആ ലോകം ഇതുവരെ പോയിട്ടുള്ളൂ. അമ്മേ, ദൈവരാജ്യത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു സംവിധാനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തെ കൊണ്ട് ലോകം നേടുന്ന ഒരു സിസ്റ്റമേ സകല മതത്തിലുള്ളൂ. ഇവൻ പഴയ നിയമത്തിലും അത് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആവർത്തന 28 നിങ്ങളൊന്ന് കടന്നു പോയാൽ ഇതിലെല്ലാം ദൈവം വാഗ്ദാനം ചെയ്യുന്ന ലോകമാണ്. മനസ്സിലാവുന്നുണ്ടോ? ആവർത്തന 28 കടന്നു പോകുമ്പോൾ വാഗ്ദാനം ചെയ്യുന്ന മുഴുവൻ ലോകമാണ്, സ്വർഗമല്ല. കാരണം എന്താ? യേശു മറന്നു വെക്കരുത്. യേശു ഇതുവരെയും വഴി തുറന്നിട്ടില്ല. മനസ്സിലായോ? സ്വർഗത്തിലേക്ക് വഴിയില്ല. മാനസാന്തരപ്പെട്ട പലരും പഴയ നിയമത്തിലുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് മടങ്ങിപ്പോവാനുള്ളൊരു വഴിയില്ലായിരുന്നു. സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകാനൊരു വഴിയില്ല. അതുകൊണ്ട് മരിച്ചവർക്കൊന്നും അങ്ങ് സ്വർഗ സ്ഥലത്ത് എത്തുവാൻ കഴിയാതെ അവരെ പാതാള പ്രതീക്ഷയിൽ അവിടെ അടയ്ക്കപ്പെട്ടത്. തുടർന്നാണ് യേശുവിന്റെ മരണശേഷം യേശു പാതാളത്തിലേക്ക് ഇറങ്ങി ബന്ധന്മാരെ വിടുവിച്ച് അവരെ ഉയരത്തിൽ കൊണ്ടുപോയത്, വഴി തുറന്നിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോ ഇന്ന് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി നാം സ്വീകരിക്കുമ്പോൾ നമുക്ക് ജീവൻ കിട്ടുന്നുണ്ട്. പക്ഷേ ആ ബ്രഹ്മ നഷ്ടപ്പെട്ടതുപോലെ നമ്മൾ നഷ്ടപ്പെട്ടിരിക്കുക, കിട്ടിയിട്ടില്ല. നമ്മളെ കൈ കിട്ടിയ ബ്രഹ്മ കൈ കിട്ട വ്യക്തി തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കുന്നത് പോലെ, പോക്കറ്റിലാണെങ്കിൽ പോക്കറ്റിലിടാം, തനിക്ക് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കുക, ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത് പോലെ ദൈവം നമ്മളെ തന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കും. അതായത് നമ്മളുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായി നടക്കുന്ന ഒരളവിലേക്ക് നമ്മൾ വളരും. എനിക്കിനി ജീവിക്കേണ്ട അപ്പച്ച, ഞാൻ ജീവിക്കുന്നെങ്കിൽ അങ്ങേക്കാം. ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരും. ഇത് ആ അവസ്ഥയാണ് നമ്മളെ കൈ കിട്ടിയത്. അപ്പോഴാ കാണാതെ പോയ നമ്മളെ കൈ കിട്ടിയത്. അല്ലെങ്കിൽ ജീവൻ കിട്ടിയ വ്യക്തി ജീവൻ കിട്ടിയത് കൊണ്ട് അവന് അതുകൊണ്ട് ഉപയോഗിച്ച് ലോകം നേടാൻ പോകും. ഇനി നമ്മൾ ലോകമല്ല നേടേണ്ടത്, ഇനി നാം നേടേണ്ടത് ദൈവരാജ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവരാജ്യമായി ഇനി നേടേണ്ടത്. ദൈവരാജ്യം നേടുവാൻ നാം മടക്കയാത്ര ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഓട്ടോമാറ്റിക് നമ്മുടേത് ദൈവത്തിൻ്റെതായിത്തീരും. എന്താ നമ്മുടേത്? നമ്മുടേതെന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ. നമ്മൾ ദൈവരാജ്യത്തിൻ്റെതായി തീർന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെത് നമ്മളുടേതായി തീരും. ഇതൊരു വിലമെടുക്കല, ട്രാൻസാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും. ഓൾറെഡി സ്വർഗത്തിലെ സകല ആത്മീയനുഗ്രഹത്താൽ നമ്മളെ അനുഗ്രഹിച്ചു. പക്ഷെ അത് നമുക്ക് റിലീസ് ചെയ്യണമെങ്കിൽ നമ്മളുടേത് ദൈവത്തിൻ്റെതാകണം. എങ്ങനെയാകാൻ പറ്റും? മടക്കയാത്രയിൽ അത് സംഭവിക്കും. ഇതാ കർത്താവ് പറഞ്ഞേ, ആദ്യം നീ ദൈവരാജ്യം അന്വേഷിപ്പിൻ, ദൈവരാജ്യത്തിലേക്ക് മടക്കയാത്ര ചെയ്യുവിൻ. അതോടൊപ്പം ദൈവം നിനക്ക് വേണ്ടി നിയമിച്ചത് നിന്റെ കോളിംഗ് നിവർത്തിക്കാനുള്ളത് നിന്റെ മേൽ ആഡ് ചെയ്യപ്പെടും. ലോകത്തിലുള്ള സകലം തരുന്നല്ല, അവനവന്റെ കോളിംഗ് എന്താണോ അത് നിവർത്തിക്കാനുള്ളത് അവനവന്റെ മേൽ ആഡ് ചെയ്യപ്പെടും. ഗ്ലോറി ടു ഗോഡ്. ലോകത്തിലുള്ളത് എല്ലാം തരാന്ന് പറയുന്നത് പിശാചിന്റെ സന്ദേശമാണ്. യേശുവിനെ വിളിച്ചിട്ട് പുള്ളിക്കാരനൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു. യേശുവിനെ വിളിച്ചിട്ട് കൗൺസിലിംഗ് കൊടുത്തു. പുള്ളി ഒരു മെസ്സേജ്, ആദ്യത്തെ വീഴിക്കാൻ ഒരു മെസ്സേജ് കൊടുത്തു. ഇത് കണ്ടോ, ഇതൊക്കെ എന്റേതാണ്.
ഇതൊക്കെ നിനക്ക് തരാം. ദൈവത്തെ പോലെ ആക്കാന്നായിരുന്നു ആടത്തോട് പറഞ്ഞ്. ഇവിടെ യേശുവിനോട് പറഞ്ഞ ഇതൊക്കെ എൻ്റെ, ഇതൊക്കെ ഞാൻ നിനക്ക് തരാം. അപ്പോ ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്, അത് പിശാചി ചെയ്യുന്നതാ. എന്നാൽ യേശു പറയുന്ന സന്ദേശം ഇതാണ്, നീ ദൈവരാജ്യം അന്വേഷിക്കുക. എപ്പോ? നിനക്ക് സമയം കിട്ടുമ്പോഴല്ല, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. അതോടൊപ്പം ആമേൻ. ഞങ്ങളിലേക്ക് ഇവിടെ ഉണ്ടാകുമായിരിക്കാം ഈ നിഡോയുടെ കൂടെ ഒരു ചീപ്പ് കെട്ടി വെക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കെട്ടി വെക്കും. നിഡോ ചീപ്പ് പാൽപ്പൊടി, അതിൻ്റെ കൂടെ ചീപ്പും ഇതൊക്കെ കെട്ടി വെക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ സഹോദരിമാർ പിന്നെ അങ്ങോട്ടേ പോകും. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താണെന്നുണ്ടെങ്കിൽ വേറെ നിഡോടല്ല, ആ ചീപ്പ് കണ്ടില്ലേ, ഫ്രീ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിലേക്ക് ഒരു ആകർഷണമാണ്. ഏമേ. അപ്പോ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇവിടെ കർത്താവിന്റെ വചനം പറയുക, കുഞ്ഞെ നീ ദൈവരാജ്യം അന്വേഷിച്ചാൽ മതി, അതോടൊപ്പം നിഡോ വാങ്ങിച്ചാൽ മതി, അതോടൊപ്പം ഒരു ഗ്ലാസ് ഫ്രീ. മനസ്സിലായോ? പക്ഷെ നമ്മൾ പറഞ്ഞ എങ്ങനെ, എന്താ ഇപ്പൊ നിങ്ങൾ സഹോദരിമാർ എന്നിട്ട് ചോദിക്കുക, ചേട്ടാ ഗ്ലാസ് തരുമോ? ഗ്ലാസ്? ഏത് ഗ്ലാസ്? അതിന്റെ കൂടെ കെട്ടിവെച്ചത്. സഹോദരി, അത് അങ്ങനെ കിട്ടത്തില്ല, അത് നിഡോ വാങ്ങിച്ച അതിന്റെ കൂടെ കിട്ടുള്ളൂ. മനസ്സിലായോ? കർത്താവ് ഇത് തന്നെ പറയണേ. ഏമേ. ദൈവരാജ്യം മുമ്പേ നീ ദൈവരാജ്യം അന്വേഷിക്കുക, അതോട് കൂടെ. അപ്പോ ഈ ലോകത്തിലുള്ളത് നമുക്ക് വേണ്ടി റിലീസ് ചെയ്യണ സ്വിച്ച് ഏതാ? മടക്കയാത്ര. മടക്കയാത്രയാണ് ലോകത്തിൽ നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നത്, റിലീസ് ചെയ്യുന്ന സ്വിച്ച്. കൃപയുടെ സ്വിച്ച് ഏതാ? താഴ്മ. ഗ്ലോറി ടു ഗോഡ്. സ്വിച്ചുകൾ മറക്കരുത്. കിടന്ന് ഒച്ചപ്പാടും ബഹളം എടുക്കുന്നതിന് പകരം അയ്യോ പോറില്ലേ, ശക്തി കറണ്ടില്ല, ഭയങ്കര ഇരുട്ടോ, അയ്യോ അയ്യോ എന്ന് പറഞ്ഞതിന് പകരം സ്വിച്ച് ഇട്ടാൽ മതി. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ ഈ സ്വിച്ചുകളൊന്നും മറക്കരുത്. ലോകത്തിൽ നമുക്ക് വേണ്ടി ദൈവം ഓൾറെഡി ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് റിലീസ് ചെയ്യാനുള്ള സ്വിച്ചാണ് മടക്കയാത്ര. നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നറിയാമോ? ഓരോ സ്വിച്ച് ഇടുക. കാലില സ്വിച്ച് ഇരിക്കണേ, ഒരു സ്വിച്ച് ഇട്ടു. അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോഴും അടുത്ത സ്വിച്ച് ഇട്ടു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന് ഇത് നാം മറക്കരുത്. മെഴുകുതിരി തിരിഞ്ഞുണ്ടോ? ഇല്ലേ? ഇപ്പൊ വീണ്ടും സമയം കഴിഞ്ഞു. ആ പുള്ളിക്കാരനാ ദാസത്തെ യാത്ര പോകണ്ടേ. ഗ്ലോറി. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ജീവൻ തരുന്നത് ആരാ? യേശു. കണ്ടെത്തുന്നത് ആരാ? പരിശുദ്ധാത്മാവ്. രണ്ടുപേർക്ക് രണ്ട് ഡ്യൂട്ടിയാ. നമ്മൾ ആകെ എന്താ പറഞ്ഞോളൂ? നമ്മൾ പറഞ്ഞ യേശു ക്രിസ്തു ആണെന്ന് വിശ്വസിക്കുക. ആ ഒരു പാർട്ട് മാത്രം എടുത്തു. ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിൽ, പിതാവിന്റെ ബിസിനസ്സിൽ 3 പാർട്ട്നേഴ്സാ: ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. പിതാവ് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു. മരിച്ചുപോയ മകനെ വീണ്ടും ജനിപ്പിക്കുവാൻ യേശുവിനെ അയച്ചു. യേശു തന്റെ പാട്ട് മനോഹരമായി ചെയ്ത് തിരിച്ചു വന്നു. നഷ്ടപ്പെട്ടു പോയ മകനെ കണ്ടെത്തി വീട്ടിലെത്തിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയച്ചു. ഗ്ലോറി. ഹല്ലേലൂയ. ജീവൻ കിട്ടിയ മക്കൾ ഇന്നും അവിടെ തന്നെ കിടക്കുക. ആ മക്കൾ എങ്ങോട്ടൊക്കെ പോണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ഇന്നില്ല എങ്കിൽ, ലോ ഓഫ് ദ സ്പിരിറ്റിന്റെ കീഴിൽ നമ്മൾ ഇന്ന് വന്നില്ല എങ്കിൽ, ഇന്ന് ആരാ നമ്മളെ നയിക്കുന്നേ? പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ലോ ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നേ. മനസ്സിലാവുന്നുണ്ടോ? ഈ പരിശുദ്ധാത്മാവ് വന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് വന്നു. ഇന്ന് ഈ പരിശുദ്ധാത്മാവ് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഓനെ തിരിയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൻ രക്ഷിക്കപ്പെട്ടതാ, പക്ഷേ എങ്ങോട്ടാ ഇപ്പോഴും യാത്ര? ലോകത്തിലേക്കാണ്. ഓനെ തിരിയെ എന്ന് പരിശുദ്ധാത്മാവ് തന്റെ ശുശ്രൂഷ ചെയ്യുക. കർത്താവ് പറയാ, ആത്മാവ് സഭകളോട് പറയുന്നത് കേൾക്കട്ടെ, ആത്മാവ് സഭകളോട് പറയുന്നത് കേൾക്കട്ടെ, ആത്മാവ് സഭകളോട് പറയുന്നത് കേൾക്കട്ടെ. ഇവിടെ പുള്ളി എവിടെയിട്ട് കേൾക്കാനോ? മനസ്സിലായോ? പുള്ളിക്ക് ചെവി പോലും രൂപപ്പെട്ടിട്ടില്ല. ഈ ഗർഭസ്ഥ ശിശു, വയറ്റിലായിരിക്കുന്ന കുഞ്ഞിന്റെ ചെവിയൊക്കെ രൂപപ്പെടുമ്പോഴത് കേൾക്കാൻ തുടങ്ങണേ. അമ്മേ. ഹല്ലേലൂയ. സഭ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയാ. ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ, ആ സഭയുടെ ഗർഭപാത്രത്തിൽ ഈ കുഞ്ഞ് വളരണം. മനസ്സിലാവുന്നുണ്ടോ? ഈ കുഞ്ഞ് വളർന്ന് ഇതിന്റെ ചെവിയൊക്കെ, ആത്മീയ ചെവിയൊക്കെ രൂപപ്പെടുമ്പോഴാ ഈ ആത്മാവ് പറയുന്നത് ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നത്.
പ്രിയരെ, മടക്കയാത്ര എന്ന ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ആഴ്ച മുതൽ ഇതേ ചാനലിൽ കടന്നു വരുവാനായിട്ട് ഇടയാകും. നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യരുത്. വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ മറ്റൊരു ഉയർന്ന ആത്മീയ തലത്തിലേക്ക് കടത്തിവിടുന്ന ഈ വചനങ്ങൾ ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ നിങ്ങൾ പ്രത്യേകിച്ച് ഇത് വാച്ച് ചെയ്യുവാൻ, ജീവിതത്തിൽ അത് പ്രാവർത്തികത്തിൽ കൊണ്ടുവരുവാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പ്രിയരെ, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വകീയ പിതാവേ, അപ്പോൾ അങ്ങയുടെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഈ വചനം ഈ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ വീണ് അങ്ങ് ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കുവാൻ ഈ മക്കളെ സഹായിക്കണം. ഇവരുടെ സകല ആത്മീക ഭൗതിക വിഷയങ്ങളുടെ പേരും അങ്ങയുടെ കരം നീട്ടുവാൻ ഇടയാകണം. ഇപ്പോൾ രോഗികളായിരിക്കുന്നവരുടെ മേൽ അങ്ങ് തൊടുവാനിടയാകണം. യേശുവിൻ്റെ സൗഖ്യം ഇപ്പോൾ ജനം പ്രാപിക്കുവാനിടയാകട്ടെ. പ്രിയ പിതാവെ, അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സമാധാനം ഇവരുടെ മേൽ കൽപ്പിക്കുന്നു. ഇവരൊരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. പ്രിയരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അടുത്ത ആഴ്ച ഈ സന്ദേശം ശ്രവിക്കാൻ മറക്കരുത്. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ഗാഡ്. ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സീഡിയോ ഡിവിഡിയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്ബൽ സെന്റർ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ. യേശുനാഥൻ മാറ്റും നിന്റെ വേദന, പാപത്താലും രോഗത്താലും തല